ഹലോ, ദിസ് ഇസ് ജിതു സൺ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ കഴിക്കാനായിട്ട് പത്തിരി ആട്ടോ. പത്തിരി ഇവിടെ ഉണ്ടാക്കിയല്ല, എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ മുട്ടക്കറി ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൽ. അപ്പോൾ പത്തിരി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് മുട്ടക്കറി ഇവിടെ ഉണ്ടാക്കി. പിന്നെ പഴം പുഴുങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂടിയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചൂട് പാൽ ചായ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് വെച്ചു കേട്ടോ. സവാളയ്ക്ക് ഇത്തിരി മധുരം കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ഒരു മധുരമൊക്കെ സെറ്റാണ്. സവാളയുടെ മധുരവും പിന്നെ നമ്മുടെ പത്തിരിക്കായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഗ്രീൻ പീസ് കറി ആവണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ഇതായിരുന്നു സെറ്റ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് ബീട്രൂട്ട് തോരനാണ് ഗൈസ്. ഇവിടെ ബീട്രൂട്ട് തോരനോട് ആർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തിയാണ്, മറ്റു മാങ്ങയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തില്ലേ, അതിവിടെ ഇടയ്ക്കിടയ്ക്ക് അരയ്ക്കാറുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക ചെമ്മീൻ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറികളിലൊന്നാണല്ലോ ചമ്മന്തി എന്ന് പറയുന്നത്. പിന്നെ വെണ്ടക്കായും തക്കാളിയും കൂടെ തട്ടിക്കൂട്ടിയിട്ട് ചെറിയൊരു മസാലക്കറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിവിടെ നോൺ വെജായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് വെച്ച് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ലഞ്ച് ഇതൊക്കെയായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഒന്ന് കോഫിയാണ് കുടിക്കാനെടുത്തത്. ചായ വേണ്ടാന്ന് വെച്ച് കോഫിയാണ് സെറ്റ് ചെയ്തത്. എന്തെങ്കിലും എനിക്ക് ആ ബീറ്റർ ഒന്ന് വാങ്ങിയിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള കോഫി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഓൺലൈനിൽ ഒരു ദിവസം ഓർഡർ ചെയ്യണമെന്നുണ്ട്. എപ്പോഴും മറന്നു ഓർഡർ ചെയ്യുമെന്ന് വിചാരിക്കും. ഓർഡർ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ മറന്നുപോയി ഗൈസ്. പിന്നെ അതിൻ്റെ കൂടെ രാവിലെ പഴം പുഴുങ്ങിയതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. വേറെ കഴിക്കാനായിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട്, പിന്നെ ഇത് കളയണമല്ലോ എന്നുള്ളത് കൊണ്ട് അത് ഞാൻ എൻ്റെ വയറ്റിലോട്ട് തന്നെ കളഞ്ഞ്. അപ്പോൾ പഴം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ. പിന്നെ ഇവിടെ പോപ്കോൺ ഫ്രൈ ചെയ്യുന്നതല്ലേ പറയുന്നത് നമ്മൾ, ആ പോപ്കോൺ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റിൽ കഴിക്കാനായിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമാണ് ഉണ്ടായിരുന്നത്. ചിക്കൻ്റെ കോലെന്നൊക്കെ എനിക്ക് എല്ലാം കിട്ടിയത്. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു സംസാര രീതി ഇതാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് നല്ല രീതിയിൽ നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കാം. പിന്നെ തുടക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.